ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഇൻഫോ ടോക്ക് ഷോ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് സ്വാതന്ത്ര്യ ദിന ക്വിസാണ്. നമുക്കറിയാം ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യ ദിനമാണല്ലേ. 2026 സ്വാതന്ത്ര്യ ദിനം നാം ഓഗസ്റ്റ് 15 ശനിയാഴ്ച ആഘോഷിക്കുകയാണ്. അപ്പോൾ സ്വാതന്ത്ര്യ ദിനവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ക്വിസ് മത്സരങ്ങളിൽ ചോദിക്കുന്ന കുറച്ച് ബേസിക് ആയിട്ടുള്ള സ്വാതന്ത്ര്യ ദിനവുമായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. സ്വാതന്ത്ര്യ ദിനവുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യുന്ന ആദ്യത്തെ വീഡിയോ ആണിത്. അതുകൊണ്ട് തന്നെ ബേസിക് ആയിട്ടുള്ള അടിസ്ഥാനമായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതുകൂടാതെ നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതൊക്കെ നിങ്ങളിലേക്ക് കറക്റ്റായി എത്താൻ വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കേട്ടോ. ഓക്കെ, ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന കറക്റ്റ് ടൈമിൽ നിങ്ങൾക്കത് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് സമയം കളയാതെ ഓരോ ചോദ്യമായിട്ട് നോക്കാം. ആദ്യത്തെ ചോദ്യം നോക്കിക്കോളൂ. എത്രാമത്തെ സ്വാതന്ത്ര്യ ദിനമാണ് ഇന്ത്യ 2026 ആഘോഷിക്കുന്നത്? എത്രാമത്തെ സ്വാതന്ത്ര്യ ദിനമാണ് ഇന്ത്യ 2026 ആഘോഷിക്കുന്നത്? ഉത്തരം വരുന്നത് 80ാമത് സ്വാതന്ത്ര്യ ദിനം. 2026 ഇന്ത്യ 80ാമത് സ്വാതന്ത്ര്യ ദിനമാണ് ആഘോഷിക്കുന്നത്. അടുത്ത ചോദ്യം, ഇന്ത്യ ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയത് എന്നാണ്? ഇന്ത്യ ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയതെന്നാണ്? ഉത്തരം എല്ലാവരും പറയൂ. യെസ്, 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയതെന്നാണ്. 1947 ഓഗസ്റ്റ് 15 അടുത്ത ചോദ്യം നോക്കൂ. സ്വാതന്ത്ര്യ ദിനത്തിൽ ന്യൂഡൽഹിയിലെ ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയർത്തുന്നത് ആരാണ്? സ്വാതന്ത്ര്യ ദിനത്തിൽ ന്യൂഡൽഹിയിലെ ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയർത്തുന്നത് ആരാണ്? ഉത്തരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. അപ്പോൾ പ്രധാനമന്ത്രിയാണ് സ്വാതന്ത്ര്യ ദിനത്തിൽ ന്യൂഡൽഹിയിലെ ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയർത്തുന്നത്. നമ്മുടെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. അപ്പോൾ 2026 ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യ ദിനത്തിൽ ന്യൂഡൽഹിയിലെ ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയർത്തുന്നത് അദ്ദേഹമായിരിക്കും. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ആരായിരുന്നു? ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ആരായിരുന്നു? ഉത്തരം എല്ലാവരും പറയൂ. യെസ്, ജവഹർലാൽ നെഹ്റു. ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രി ആരായിരുന്നു? ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രി ആരായിരുന്നു? ഉത്തരം ഇന്ദിരാഗാന്ധിയാണ്. ഓക്കെ, അറിയാത്തവർ പഠിച്ചു വെക്കുക. ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു, ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി. ഓക്കെ ആണല്ലോ. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതി ആരായിരുന്നു? സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതി ആരായിരുന്നു? ഉത്തരം ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഓർത്തുവെക്കുക, സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതിയാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം നോക്കൂ. ഇന്ത്യയുടെ ഇപ്പോഴത്തെ രാഷ്ട്രപതി ആരാണ്? ഇന്ത്യയുടെ ഇപ്പോഴത്തെ രാഷ്ട്രപതി ആരാണ്? ഉത്തരം വരുന്നത് ദ്രൗപദി മുർമു. ഇന്ത്യയുടെ ഇപ്പോഴത്തെ രാഷ്ട്രപതി ആരാണ്? ദ്രൗപദി മുർമു ആണ്. ഓക്കെ അല്ലേ? എല്ലാവർക്കും അറിയായിരിക്കും. അറിയാത്തവർ പഠിച്ചു വെക്കാം. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആരാണ്? ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആരാണ്? ഉത്തരം പിംഗലി വെങ്കയ്യ. ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആരാണ്? പിംഗലി വെങ്കയ്യ. ഓർത്തുവെക്കുക, പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ്. അടുത്ത ചോദ്യം, ദേശീയ പതാകയുടെ മധ്യത്തിലുള്ള ചക്രത്തിന്റെ പേരെന്താണ്? ദേശീയ പതാകയുടെ മധ്യത്തിലുള്ള ചക്രത്തിന്റെ പേര് എന്താണ്? ഉത്തരം അശോക ചക്രം അല്ലെ. ദേശീയ പതാകയുടെ മധ്യത്തിലുള്ള ആ ചക്രം, 24 ആരക്കാലുകളുള്ള ആ ചക്രത്തിന്റെ പേരാണ് അശോക ചക്രം. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ദേശീയ ഗാനം ഏതാണ്? അത് രചിച്ചത് ആരാണ്? ഇന്ത്യയുടെ ദേശീയ ഗാനം ഏതാണ്? അത് രചിച്ചത് ആരാണ്? ഇന്ത്യയുടെ ദേശീയ ഗാനം ഏതാണെന്ന് എല്ലാവർക്കും അറിയാം. ഏതാണ്? ജനഗണമന. അപ്പോൾ രചിച്ചിരിക്കുന്നത് ആരാണ്? രവീന്ദ്രനാഥ് ടാഗോർ. അറിയാത്തവർ പഠിച്ചു വെച്ചോളൂ. ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന രചിച്ചിരിക്കുന്നത് ആരാണ്? രവീന്ദ്രനാഥ് ടാഗോർ.
ഓക്കെ അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് നോക്കാം. ദേശീയ ഗാനം ആലപിക്കാൻ എടുക്കുന്ന സമയം എത്രയാണ്? ദേശീയ ഗാനം ആലപിക്കാൻ എടുക്കുന്ന സമയം എത്രയാണ്? ഉത്തരം 52 സെക്കൻഡാണ്. നമുക്കറിയാം നമ്മുടെ ജനഗണമന ദേശീയ ഗാനം ആലപിക്കാൻ എടുക്കുന്ന സമയം 52 സെക്കൻഡാണ്. ഇത് എഴുതിയതാരാണ്? രവീന്ദ്രനാഥ് ടാഗോർ. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം നോക്കൂ. ഇന്ത്യയുടെ ദേശീയ ഗീതം ഏതാണ്? അത് രചിച്ചത് ആരാണ്? ഇന്ത്യയുടെ ദേശീയ ഗീതം ഏതാണ്? അത് രചിച്ചിരിക്കുന്നത് ആരാണ്? ഉത്തരം വന്ദേ മാതരമാണ് ഇന്ത്യയുടെ ദേശീയ ഗീതം. ഏതാണ്? വന്ദേ മാതരം. വന്ദേ മാതരം രചിച്ചിരിക്കുന്നത് ബങ്കിം ചന്ദ്ര ചാറ്റർജി. അറിയാത്തവർ നിർബന്ധമായും അറിഞ്ഞിരിക്കണം, പഠിച്ചു വെക്കുക. വന്ദേ മാതരമാണ് ഇന്ത്യയുടെ ദേശീയ ഗീതം. അത് രചിച്ചിരിക്കുന്നത് ആരാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജി. ഓക്കെ അല്ലേ? യെസ്. ഇനി അടുത്ത ചോദ്യം നോക്കാം. നമ്മുടെ ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അനുപാതം എത്രയാണ്? നമ്മുടെ ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അനുപാതം എത്രയാണ്? ഉത്തരം നോക്കിക്കോളൂ. 3:2. അപ്പോൾ നമ്മുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആരായിരുന്നു? പിംഗലി വെങ്കയ്യ അല്ലേ? അപ്പോൾ പിംഗലി വെങ്കയ്യ രൂപകൽപ്പന ചെയ്ത ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അനുപാതം എന്ന് പറയുന്നത് 3:2 ആണ്. ഓക്കെ ആണല്ലോ? മറന്നുപോകരുത്. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അമരക്കാരൻ എന്ന് വിളിക്കപ്പെടുന്നത് ആരെയാണ്? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അമരക്കാരൻ എന്ന് വിളിക്കപ്പെടുന്നത് ആരെയാണ്? ഉത്തരം മഹാത്മാഗാന്ധി. നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ അമരക്കാരൻ എന്ന് വിളിക്കപ്പെടുന്നത്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം. മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്ന അവസാനത്തെ വലിയ ജനകീയ സമരം ഏതാണ്? മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്ന അവസാനത്തെ വലിയ ജനകീയ സമരം ഏതാണ്? ഉത്തരം ക്വിറ്റ് ഇന്ത്യ സമരമാണ്. 1942 നടന്ന ക്വിറ്റ് ഇന്ത്യ സമരമാണ് മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്ന അവസാനത്തെ ജനകീയ സമരം. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം. എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന് പ്രഖ്യാപിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ. ഉത്തരം പറയൂ. എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന് പ്രഖ്യാപിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? ഉത്തരം എല്ലാവരും ഉറക്കെ പറയൂ. യെസ്, നേതാജി സുഭാഷ് ചന്ദ്രബോസ്. നേതാജി സുഭാഷ് ചന്ദ്രബോസ് ആണ് ഇങ്ങനെ പറഞ്ഞത്. എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം. ഓക്കെ അല്ലേ? യെസ്. അടുത്ത ചോദ്യം. ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ഇന്ത്യയിൽ നടന്ന ഒന്നാം സ്വാതന്ത്ര്യ സമരം ഏത് വർഷമായിരുന്നു? ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ഇന്ത്യയിൽ നടന്ന ഒന്നാം സ്വാതന്ത്ര്യ സമരം ഏത് വർഷമായിരുന്നു? ഉത്തരം നോക്കാം. 1857. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്നത്. ശിപ്പായി ലഹള എന്നും അറിയപ്പെടുന്ന ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്നത് എപ്പോഴാണ്? 1857. ഓക്കെ അല്ലേ? യെസ്. ഇനി അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്ന് അറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം സർദാർ വല്ലഭായ് പട്ടേൽ. ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ. അടുത്ത ചോദ്യം. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന തീയതി എന്നാണ്? ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന തീയതി എന്നാണ്? ഉത്തരം 1950 ജനുവരി 26. 1950 ജനുവരി 26 ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത്. ഓക്കെ അല്ലേ? ഇനി അവസാനത്തെ ചോദ്യം നോക്കാം. ഇന്ത്യയുടെ ഭരണഘടനയുടെ ശില്പി ആരാണ്? ഇന്ത്യയുടെ ഭരണഘടനയുടെ ശില്പി ആരാണ്? ഉത്തരം ഡോക്ടർ BR അംബേദ്കർ. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ഡോക്ടർ BR അംബേദ്കർ ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഫ്രണ്ട്സ്, സ്വാതന്ത്ര്യ ദിനവുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ, അടിസ്ഥാനപരമായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ചോദ്യങ്ങൾ മാത്രമേ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. എന്നാൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തി നമ്മൾ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. ആ വീഡിയോസൊക്കെ നിങ്ങളിലേക്ക് കറക്റ്റായി എത്താൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇനി നിങ്ങൾക്കായ ഒരു സ്പെഷ്യൽ ക്വസ്റ്റ്യൻ തരാം. ആരൊക്കെയാണ് ആ ചോദ്യത്തിന് ഉത്തരം കമൻറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ചോദ്യം ഇതാണ്. ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രി ആരായിരുന്നു? ഇന്ത്യയുടെ ആദ്യത്തെ
വനിതാ പ്രധാനമന്ത്രി ആരായിരുന്നു? എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു ചോദ്യമാണ്. ഉത്തരം അറിയാവുന്നവർ പെട്ടെന്ന് തന്നെ കമൻറ്റ് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ പേരും കൂടെ ആഡ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. കൂടുതൽ വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ. വീഡിയോയ്ക്കൊരു ഹൈപ്പും ചെയ്തോളൂ. നമുക്കിനി മറ്റൊരു വീഡിയോയിലൂടെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.